ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ കന്യാകുമാരിയിലെത്തി. ഇതാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒത്തിരി പണി നടക്കുന്നുണ്ട്, പക്ഷെ വലിയ തിരക്കൊന്നുമില്ല. ഇത് ഞങ്ങൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി, ട്രെയിൻ ഇറങ്ങി ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ്. ഫ്രണ്ടിൽ തന്നെയാണ് ഓട്ടോ ഉള്ളത്. ഞങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് ഓട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് വന്നപ്പോഴേക്കും അവിടെ ഒരു മരം കണ്ടു. നല്ല നിറയെ പൂക്കളുണ്ട്. എന്ത് മരമാണെന്നും എന്ത് പൂവാണെന്നും അറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ കണ്ടിട്ടൊന്നുമില്ല ഇത്, ഞാൻ ആദ്യമായിട്ട് കാണുകയാണിത്. അങ്ങനെ നിന്നപ്പോഴത്തേക്കും ആൾക്കാർ പുറത്തേക്ക് വരുന്നുണ്ട്, പോകുന്നുണ്ട്. ഇവിടുത്തെ ഓട്ടോ പോലെയല്ല അവിടുത്തെ ഓട്ടോ. അവിടെ ഓപ്പോസിറ്റ് ഇരിക്കാൻ പറ്റുന്നുണ്ട് ഓട്ടോയിൽ, അങ്ങനത്തെ ഓട്ടോയാണ് അവിടെ. അങ്ങനെ നിന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പോകാനുള്ള ഓട്ടോ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹോട്ടലുകാർ തന്നെയാണ് ഞങ്ങൾക്ക് ഓട്ടോ ഇട്ട് തന്നത്, അയച്ചു തന്നത്. അങ്ങനെ ഓട്ടോയിലേക്ക് അമ്മൂട്ടി കയറുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി നേരെ ഹോട്ടലിലെത്തി. ഫ്രഷായതിനു ശേഷം ഈവനിങ് പുറത്തേക്ക് വന്നു. അങ്ങനെ സൂര്യാസ്തമയം കാണാൻ വേണ്ടി ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴും അവിടെ എന്തോ കണ്ടങ്ങനെ അവൾ റോഡിൽ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ അത് എന്തോ മധുരയ്ക്ക് പോകുന്ന റോഡാണ് ഫ്രണ്ട്സ് ഇത്. ആ റോഡ് നോക്കിയപ്പോഴത്തേക്ക് റോഡ് നല്ല വ്യൂ ഉണ്ട്. ഇത് നല്ല പച്ചപ്പാണ്. മാത്രമല്ല ഈ റോഡില് നല്ല നീറ്റും ക്ലീനായ റോഡാണ്. നമ്മളിവിടുത്തെ പോലെ മറ്റേ വേസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല. നീറ്റായിട്ടുള്ള ഹൈവേ റോഡാണിത്. തിരുവനന്തപുരത്തും മധുരയിലും പോകുന്ന റോഡാണിത്. റോഡാണ് ഫ്രണ്ട്സ്, നല്ല റോഡാണ്. പിന്നെ അവിടെ നമ്മൾ ബീച്ചിലെത്തി. സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ അവിടെ സൂര്യനൊന്നുമില്ല. സൂര്യൻ അവിടെ കാണാൻ പറ്റിയില്ല. അവിടെ മുകളിൽ നിൽക്കുന്നതേ ഉള്ളായിരുന്നു ഫ്രണ്ട്സ്. അവിടെ ഫുള്ളും റോക്കാണ്. അങ്ങനെ റോക്സ് ആണ് ഉണ്ടോ ഫ്രണ്ട്സ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങ് താഴേക്ക് ഇറങ്ങി ചെന്നു. പക്ഷേ അധിക സമയം അവിടെ നിൽക്കാൻ സമ്മതിച്ചില്ല. പോലീസ് കയറിപ്പോ എന്ന് വിസിലടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ റോക്സിൽ കയറി ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയോ പ്രസാദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവളിങ്ങനെ ഇരിക്കുന്നുണ്ട്. നോക്ക്, അവളെല്ലാം എന്തോ എവിടെ ഇരിക്കുന്നതൊക്കെയാണ് അവളുടെ ഇരിപ്പ് കണ്ടാൽ. അങ്ങനെ ഇരുന്നിട്ട് പിന്നെ അപ്പം നോക്കിയപ്പോൾ ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ നേരിച്ചു. അങ്ങനെ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം പാറപ്പുറത്തുനിന്ന് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനത് ചാടി കളിക്കുന്നുണ്ട്. പക്ഷെ അധികം നിൽക്കാൻ സമ്മതിച്ചില്ല പോലീസ് അവിടെ. ഈവനിങ് ആയതുകൊണ്ട് തിരമാല മുകളിലേക്ക് വരുമെന്നുണ്ടോ പറഞ്ഞ് മാറാൻ പറഞ്ഞു അവിടെ നിന്ന്. അങ്ങനെ അധികം അവിടെ നിൽക്കാൻ സമ്മതിച്ചില്ല ഫ്രണ്ട്സ്. പിന്നെ കുറച്ച് ഷെല്ലൊക്കെ പറക്കി ഫ്രണ്ട്സ്. എനിക്ക് കുറച്ച് ഷെല്ല് കിട്ടി. പിന്നെ അവിടെ നമ്മൾ പാനിപ്പൂരിയൊക്കെ കളിക്കാൻ പോയി. അപ്പോഴാണ് അവിടെ ഒരു കുതിര നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുതിരപ്പുറത്ത് കയറാൻ പോയി. വെള്ള കുതിര ഉള്ളായിരുന്നു ഫ്രണ്ട്സ് അവിടെ. ഈ കുതിര മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കുതിരയിൽ. എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കുതിരയിൽ കയറാൻ. പിന്നെ അവിടെ ചരിഞ്ഞ് മറിഞ്ഞ് വീഴാനൊക്കെ പോയി ഫ്രണ്ട്സ്. ആ കുതിര ഭയങ്കര സ്പീഡാണ്. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് വീഴാനൊക്കെ പോയി. ഞാൻ വീഴാത്തത് പോയി, ഞാൻ പിടിച്ചിരുന്നത് കൊണ്ട്. ഇത്ര റൗണ്ടേ ഉള്ളൂ ഫ്രണ്ട്സ്. ഒരു റൗണ്ട് കറങ്ങി വരുന്നതിന് 100 രൂപയാണ് ഫ്രണ്ട്സ്. ഇത് അങ്ങേര് സപ്പോർട്ടുണ്ട്. അങ്ങേര് പിടിച്ചോണ്ട് തന്നെയാണ് കറക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ഒറ്റയ്ക്കൊന്നും കുതിരപ്പുറത്ത് വിടത്തില്ല. അയാൾ സപ്പോർട്ടുണ്ട്, അയാൾ പിടിച്ചിരിക്കും. അതോ അങ്ങനെ കറങ്ങി ഇത്ര ജസ്റ്റ് ഒരു 2 മിനിറ്റേ ഉണ്ടാവുള്ളൂ. അവനെ കറങ്ങി ഇവിടെ കൊണ്ടുവരുന്നതിന് 100 രൂപ കൊടുക്കണം. എങ്കിലും അവൾ ആഗ്രഹമായതുകൊണ്ട് കയറി പേടിച്ചിട്ടിരിക്കുവാണ്. വലിയ ധൈര്യശാലി എന്ന് പറഞ്ഞിരിക്കുവാണ്. അത് അയാൾ സ്പീഡിന് ഓടുമ്പം കുതിരയും ഓടും, അവളും പിടിച്ചിരിക്കും. ഇങ്ങനെയൊക്കെയല്ല നമ്മൾ കണ്ടില്ലേ കുതിരപ്പുറത്ത് കയറി എന്നുള്ളത്. അങ്ങനെ കയറി അവൾ ആഗ്രഹം കഴിഞ്ഞു. നമുക്ക് സന്തോഷമായി, ഹാപ്പിയായി. ഇതേ കയറിയിട്ട് തന്നെ അവിടെ ഇറങ്ങി. അങ്ങനെ അത് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ അവിടെ ഇറങ്ങി കുതിരപ്പുറത്ത് കയറി അവളുടെ ആഗ്രഹമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ഫോട്ടോഗ്രാഫ് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ ത്രിവേണി ഷൺമുഖമല്ല, ത്രിവേണി സംഗമത്തിൽ പോയി. അവിടെയാണെങ്കിലോ ഭയങ്കര തിരക്ക്. എവിടെ നോക്കിയാലും തിരക്ക്. നല്ല ശരിക്കും മലയാളീസ് ഉണ്ട് അവിടെ. വെക്കേഷൻ ആയതുകൊണ്ട് വന്നാണ്. ഇവിടെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാൻ, നല്ല തിരക്കാണ്. മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ട് കഴിക്കാം. ഒത്തിരി കാര്യങ്ങളുണ്ട്. നോക്ക്, നല്ല ഒരുപാട് പേര് ബീച്ചിൽ ഇറങ്ങുന്നുണ്ട്, ഇവിടെ കളിക്കുന്നുണ്ട്, തിരമാല ഇടുന്നു. പക്ഷേ നമ്മളിറങ്ങിയില്ല. ബീച്ചിനകത്ത് ഇറങ്ങി ഫോട്ടോ എടുക്കും. നമ്മളിറങ്ങിയില്ല. മൊത്തം നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൊത്തം മണലാവും. പിന്നെ നടന്നു പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്, പാടാണ്. അതുകൊണ്ടൊന്നും ഞങ്ങൾ ഇറങ്ങിയൊന്നുമില്ല. ഞങ്ങളിവിടെ നിന്നിട്ട് കാഴ്ചക്കാരെ കൊണ്ട് കണ്ടു. നോക്ക്, എന്ത് ഭംഗിയാണെന്നറിയാമോ. ഇവിടെ ലൈഫ് ഗാർഡ് അങ്ങനെ ആരുമില്ല. ഇഷ്ടം ആൾക്കാർക്ക് പോകാം, ഫോട്ടോ എടുക്കാം, ഇറങ്ങാം, ബീച്ചിലിറങ്ങാം, എല്ലാം ഉണ്ട്. അവിടെ അങ്ങനെ ഒരു നിയന്ത്രണങ്ങളോ ഒന്നുമില്ല ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വൈകുന്നേരത്തോടു കൂടി ഈ വീഡിയോ തീർന്നു. ഇനി നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അങ്ങനെ
ഓക്കെ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.